ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മസാലയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ദശക്കട്ടിയുള്ള ആവോലി അല്ലെങ്കിൽ ഐക്കുറ തുടങ്ങിയിട്ടുള്ള വലിയ ടൈപ്പ് മീനുകൾ എടുക്കുക കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ മീൻ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫിഷ് ഫ്രൈക്ക്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിനും കുറച്ച് കുറവായിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് ക്യുമിൻ സീഡ്സ്. ഞാനിവിടെ 1/4 ടീസ്പൂണിനും കുറച്ച് കുറവായിട്ടാണ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 6 or 7 വെളുത്തുള്ളി ചേർക്കാം. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയ്ക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഫിഷ് ഫ്രൈക്ക് ചെറുതായിട്ടൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നാരങ്ങ നീരിന് പകരം വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്യണ സമയത്ത് മീനിലെ മസാല എണ്ണയിൽ പോവാതെ മീനിൻ്റെ മേലെ നല്ലൊരു കോട്ടിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1 or 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലെ ആ ജീരകവും പെരുംജീരകവും ഒക്കെ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ 1 or 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീനിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പീസ് മീനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് ആവുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ബാക്കി വരുന്ന ഓരോ മീനിലും മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ മുഴുവൻ മീനും നമ്മൾ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. പക്ഷേ ഇത് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് മീനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് മീൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലാവുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ തന്നെ മീൻ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഈ ഒരു പാത്രത്തിന് പകരം നമുക്ക് ഫ്രൈ പാനിലും വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനെടുത്തിരിക്കുന്ന ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് ഒരു പ്രാവശ്യം 2 പീസ് വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇനി ഇത് വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വരും, എന്നാൽ ഉൾഭാഗം അങ്ങനെ കുക്കായിട്ടും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ മേലുള്ള ഈ മസാലയൊക്കെ എണ്ണയിൽ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ട് നല്ലൊരു കളറൊക്കെ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമുക്ക് എണ്ണയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മീനിലെ മസാല അങ്ങനെ എണ്ണയിൽ പോയിട്ടൊന്നുമില്ല. മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മസാലയിൽ മുട്ട ചേർത്ത് കൊടുത്തുകൊണ്ട്
നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കി വരുന്ന ഓരോ മീനും വറുത്തെടുക്കാം. ഇപ്പോൾ ആ മീൻ മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളുള്ള സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതിനി നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്